നമ്മൾ സാധാരണ പ്രെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിമെട്രിക്കൽ ഷേപ്പിലായിരിക്കും ചെയ്യുക. അതെ അതെ അതെ. നമ്മൾ ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്ജസ്റ്റന്റ് വാൾ വരുന്ന ടി വി യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെമിട്രി കീപ്പ് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് അത് ബ്രേക്ക് ആക്കേണ്ടി തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് അസിമെട്രിക് ആയിട്ട് നമുക്കത് ചെയ്യാന്നുള്ളതായിരുന്നു ഒരു സജഷൻ വെച്ചത്. അപ്പോൾ അത് ആളതിൽ ഓക്കെ ആയിരുന്നു. പിന്നെ സാറിൻ്റെ മെയിൻ കൺസേൺ പ്രെയർ യൂണിറ്റ് ആയിരുന്നു. സാർ ഭയങ്കരമായിട്ട് അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. സിമ്പിൾ ആയിരിക്കണം, മിനിമലിസ്റ്റിക് ആയിരിക്കണം. സാറിൻ്റെ മെയിൻ മറ്റേ സുറിയാനി കുരിശ്, സെൻറ്റ് തോമസ് ക്രോസ് എന്ന് പറയും, അതുപോലെ തന്നെ സേക്രഡ് ഹാർട്ടുള്ള ക്രൈസ്റ്റിൻ്റെ സിംഗിൾ ഫോട്ടോ. പിന്നെ ഇൻ ഫ്യൂച്ചറിലേക്ക് സാറിന് LED ക്യാൻഡിൽസ് വെക്കണം. അത് ഇൻ ഫ്യൂച്ചറിലേക്കുള്ള പ്രൊവിഷനാണ്. ബട്ട് ഇപ്പോൾ നോർമൽ ക്യാൻഡിൽസ് വെക്കാനായിട്ടുള്ളതായാലും വേണം എന്ന് പറഞ്ഞു. പിന്നെ അഡീഷണൽ ആയിട്ട് ബൈബിൾ വെക്കാൻ ആൻഡ് സം അതർ ആക്സസറീസ് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റോറേജ്, ഭയങ്കര ഹ്യൂജ് ഒന്നും വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞു. സോ നമുക്ക് വാളിലേക്ക് ഒരുപാട് പാനൽസ് വേറെ എവിടെയും കയറ്റാതെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ പ്രെയറിലേക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഹെവി ആവാതെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മാർബിൾ ഫിനിഷ് ഒരു സൈഡിൽ കൊടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലൂവേഴ്സ് കൊടുത്തു. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെറിയൊരു എംപ്റ്റി സ്പേസ് പോലെ കൊടുത്തിട്ട് ഡയറക്റ്റ് വാളിലേക്ക് നമ്മുടെ ഈ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്.